ADGP MR അജിത് കുമാറിനെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി സരിത്ത രംഗത്തെത്തിയിരിക്കുകയാണ്. വളരെയധികം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയെ രക്ഷപ്പെടാൻ സഹായിച്ചത് ADGP MR അജിത് കുമാർ എന്ന നിർണായക വിവരമാണ് ഇപ്പോൾ സരിത്ത വെളിപ്പെടുത്തുന്നത്. ജിജീഷ് കരുണാകരൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ജിജീഷ, നമുക്കറിയാം ഒരുപക്ഷെ ഈ ഒരു കേസ് ആദ്യം പുറത്തു വരുന്നതും അതിനുശേഷം പ്രതി രക്ഷപ്പെടുന്നതും അടക്കമുള്ള കാര്യം നടക്കുന്നത് കോവിഡ് ലോക്ക്ഡൗൺ സമയത്താണ്. ഒരുപക്ഷെ നമുക്കറിയാം ശക്തമായ നിയന്ത്രണങ്ങൾ, പോലീസ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് സ്വപ്ന ഇവിടെ കേരളത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്ന് തന്നെ കൃത്യമായ ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടി എന്നതിന് കൃത്യമായൊരു തെളിവ് തന്നെ ആ ഒരു വിഷയമായി നമ്മൾ കാണേണ്ടത്. ഒരുപക്ഷെ ഇപ്പോൾ വരുന്ന സൂചനകളെല്ലാം കൂടുതൽ തെളിവുകളിലേക്ക് കൂടി വ്യക്തത നീളുമ്പോൾ ഈ മുൻപ് നടന്ന സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ADGP MR അജിത് കുമാർ തന്നെയാണ്. അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വരുന്ന ഈ സരിത്ത് പറഞ്ഞ വെളിപ്പെടുത്തലെല്ലാം ശരിവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മുൻപ് സംഭവിച്ചത് എന്നുള്ളൊരു താരതമ്യ പഠനം കൂടി ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ നമ്മൾ വിശദീകരിക്കേണ്ടതല്ലേ? വിഷ്ണു, കൃത്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക്ക്ഡൌൺ സമയമാണ്. വലിയ അതിർത്തി പരിശോധനകൾ കൃത്യമായി തന്നെ നടക്കുന്ന സമയം. അതായത് ഇപ്പോഴുള്ളതിൽ കൂടുതൽ അതിർത്തികളിൽ, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ രോഗബാധിതരുമായി ബന്ധപ്പെട്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ കർശനമായ പരിശോധനകൾ നടക്കുമ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചെല്ലാം തന്നെ അത്തരത്തിൽ വലിയ ഒരു പരിശോധന നടക്കുന്ന സമയത്താണ് സ്വപ്ന സുരേഷ്. അന്ന് വലിയൊരു ആശ്ചര്യമുണ്ടാക്കിയ കാര്യം കൂടിയായിരുന്നു എങ്ങനെ സ്വപ്ന സുരേഷിന് ഇത്തരത്തിൽ സ്വപ്ന സുരേഷിനും കൂട്ടുപ്രതിയായ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സന്ദീപിനും ഇവിടെ നിന്ന് പുറത്തേക്ക് എങ്ങനെ കടക്കാൻ കഴിഞ്ഞു എന്നത്. ഇതിൽ രാഷ്ട്രീയ ഉന്നതങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ, പോലീസിൽ നിന്നുള്ള സഹായങ്ങൾ എല്ലാം തന്നെ ലഭിച്ചാൽ മാത്രമായിരുന്നു ആ ഒരു സമയത്ത് പുറത്തേക്ക് അല്ലെങ്കിൽ ബംഗളൂരിലേക്ക് കടന്ന് ഒളിത്താവളങ്ങളിലേക്ക് മാറാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ മാറാൻ വേണ്ടി സ്വപ്നയ്ക്കും സന്ദീപിനും കൃത്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ വന്ന വിവരങ്ങൾ അനുസരിച്ച് അത് ശിവശങ്കറിൽ അവസാനിച്ചിരുന്നു. ശിവശങ്കറിൽ അവസാനിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ, ആളുകൾക്ക് ലഭിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കടക്കം ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അത് ശിവശങ്കറിൽ ഒതുങ്ങിയിരുന്നു. ശിവശങ്കറിന് നൽകിയ സഹായങ്ങൾ അല്ലെങ്കിൽ ശിവശങ്കർ തൻ്റെതായ ചില രാഷ്ട്രീയ ബന്ധങ്ങളും പോലീസിലെ ബന്ധങ്ങളും എല്ലാം ഉപയോഗിച്ചു എന്നാണ്. എന്നാൽ അതിനുമപ്പുറം ഒരു പോലീസ് ഉന്നതൻ, അതിനുമപ്പുറം ഒരു പോലീസിന്റെ പ്രധാനപ്പെട്ട ഉന്നതൻ ശിവശങ്കറിനെ സഹായിക്കാൻ ഉണ്ടായിരുന്നു എന്ന ഒരു വിവരം ലഭിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അല്ലെങ്കിൽ ജനൻ ടിവിയോടക്കം ഈ വെളിപ്പെടുത്തിയിരിക്കുന്ന സരിത്തിന്റെ നിർണായകമായ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് അത്തരമൊരു വിവരം കൂടി പുറത്തു വരുന്നത്. അതായത് പോലീസിൽ നിന്ന് അന്ന് സഹായങ്ങൾ ലഭിച്ചിരുന്നു. MR അജിത് കുമാർ ആണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. ചില ഉന്നത ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തുതന്നെയാലും ADGP MR അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലും ഒക്കെ തന്നെയും പുറത്തു വരികയാണ്.